ആൻറ്റി എൻ്റെ കിച്ചൻ്റെ ഭംഗി കുറച്ച് കൂടിയിട്ടുണ്ടോ ഇപ്രാവശ്യം? അടിപൊളിയായിട്ടുണ്ട്. അന്നത്തേലും ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ആൻറ്റീനെ പോലത്തെ യൂട്യൂബേഴ്സ് ഇങ്ങനെ കിച്ചൻ്റെ കുറേ ടിപ്പും പാചകത്തിൻ്റെ കുറേ ടിപ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പം നമ്മൾ അതേപടി അനുസരിച്ചിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളാണ്. ഇതാണ് ഞങ്ങള് സീനിയേഴ്സ് ഉള്ളത്. അതെ, സീനിയേഴ്സ് വേഴ്സസ് ജൂനിയർ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് ഓണം ഭക്ഷണം കൊണ്ട് ആഘോഷിക്കുന്ന ഈ ഷോയിലേക്ക്. ഓണരുചി മധുരം co-branded by Texmark Complete Cleaning Solutions, co-powered by Eastern, Mr. Gold Sunflower Oil and Rajkumari The Complete Shopping Center. ഇന്ന് എന്താണ് ആൻറ്റിയുടെ സ്പെഷ്യൽ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അമ്മയുടെ സ്വന്തം സാമ്പാറാണ്. എന്താണ് ആ സ്പെഷ്യൽ സാമ്പാറിന്റെ സ്പെഷ്യൽറ്റി? ഇത് ഞാൻ എല്ലാ വർഷവും സദ്യക്ക് ഈ സാമ്പാറേ ഉണ്ടാക്കുന്നു. ഓക്കെ. അതിലെത്തി ഞാൻ കഷ്ണമായിട്ട് മുരിങ്ങക്കോലും വെണ്ടക്കയും തക്കാളിയും മാത്രമേ ഉപയോഗിക്കൂ. 3 വെജിറ്റബിൾസ് മാത്രം, 3 വേറെ ഒന്നും അതിൽ ചേർക്കില്ല. ഓക്കെ. പിന്നെ പരിപ്പ് എന്ന് പറയണത് നമ്മള് തുവര ഈ പായസപ്പരിപ്പില്ലേ, ചെറുവയറ്റും പരിപ്പ്, അതാണ് ഈ സാമ്പാറിന് നമ്മ ഉപയോഗിക്കുക. കണ്ടിട്ട് എനിക്ക് ഈസി ആണെന്നാണ് തോന്നുന്നത്. അധികം സമയം എടുക്കാത്ത ഒരു സാമ്പാർ. പെട്ടെന്നാവും. ഒരേ ഒരു കാര്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വാട്ടിയെടുക്കണം. ഓക്കെ. എൻ്റെ ആഗ്രഹമാണ് സാമ്പാർ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേന്ന്. സത്യമായിട്ടും ഞാൻ മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മുതൽ ആൻറ്റി സ്പെഷ്യൽ സാമ്പാറായിരിക്കും എൻ്റെ വീട്ടിൽ. ഞാൻ അവിടെ ഇരുന്ന് കാണട്ടെ. ഓക്കെ. പരിപ്പ് നമ്മൾ ആദ്യം ഉള്ളിയും 2-3 ഉള്ളി, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ഇട്ട് ഒന്ന് വേവിച്ച് വെക്കും. നന്നായിട്ട് ഒന്ന് വേവ് ഇത്തിരി അധികം ആവണം. കാരണം നമ്മള് വേറെ മറ്റുള്ള കഷ്ണങ്ങളില്ല, ആ കൊഴുപ്പ് കിട്ടണം. അതായത് മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയുമ്പോൾ നമുക്ക് ആ കൊഴുപ്പ് സാമ്പാറിന് കൊഴുപ്പ് കിട്ടും. അപ്പൊ അതില്ലാത്ത സ്ഥിതിക്ക് ഈ പരിപ്പ് ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടണം. പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വാട്ടിയിടും. കണ്ടു പഠിച്ചോളൂ. നമ്മുടെ യൂടെൻസിൽസിന്റെ കുക്ക് വെയർ ആണ് ആന്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സെറാമിക്കിന്റെ അല്ലേ? അത് നമ്മളിപ്പോ ഉരുളി ആണെങ്കിലും ചട്ടി ആണെങ്കിലും എല്ലാത്തിനും അതിന്റെ ടെക്സ്ചറിൽ ഒട്ടും അടി പിടിക്കത്തില്ല. ഇനി നമ്മൾക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഈ എണ്ണയില് ഇത് വാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകരുത് മോളെ. അതുകൊണ്ടാണ് ആദ്യം നമുക്ക് കുറച്ച് വേവ് കൂടുതലുള്ളത് മുരിങ്ങക്കായാണ്. അപ്പൊ അത് ആദ്യം വാട്ടിയെടുക്കാം. പാപ്പുവിന് സ്കൂളിലൊക്കെ സാമ്പാറൊക്കെ കൊടുത്തു വിടുവോ? അവൾക്ക് സ്നാക്സ് അവള് കൊണ്ടുപോയില്ല. ചോറ് അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല. എന്തെങ്കിലും എഗ് റൈസ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ചോറ് കൂട്ടി കൊണ്ടുപോകില്ല. അത് ഉച്ചയ്ക്ക് വന്നിട്ട് അവള് കഴിക്കും. അപ്പൊ സമാധാനത്തിൽ ചൂടോടെ എടുത്ത് കഴിക്കാം. അതെ, ചോറും നമുക്ക് വല്ല മുട്ടയൊക്കെ പൊരിച്ച് അത് ഇച്ചിരി നോൺ എന്തെങ്കിലും വേണം. അബിക്ക് എങ്ങനെയാ? അബി നോണിന്റെ ആളാണ്. അമൃത ഒരു വെജിറ്റേറിയനില് കുറച്ച് കഴിക്കും. അവള് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അവൾക്ക് ഈ സദ്യ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമാണ്. പാപ്പുവിന്റെ യൂട്യൂബ് ചാനലില് പാപ്പു ഉണ്ടാക്കണതൊക്കെ എന്താണ്? ഈ പിള്ളേർക്കൊക്കെ എത്ര സോഴ്സസ് ഉണ്ടല്ലേ ആൻറ്റി ഇതൊക്കെ പഠിച്ചെടുക്കാനും. അതൊക്കെ കുറച്ച് നമ്മള് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും കുട്ടികൾക്ക്. ആ ഒരു അവരെ കൊണ്ടുവരണം നമ്മള്. ഇതാ നോക്കുമോണെ, ഇത് ഒരുവിധം വാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മള് വെണ്ടയ്ക്ക നമ്മളെ ഈ സാമ്പാറിന് എടുക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് കഴിവതും ചെറിയ വെണ്ടയ്ക്ക ഉണ്ടല്ലോ,